നമസ്കാരം. അമേരിക്കയുടെ ആകാശയാത്രയും നമ്മുടെ തുറമുഖവുമായിട്ട് എന്താണ് ബന്ധം? സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. അമേരിക്കയുടെ ആകാശയാത്ര പറയാൻ കാരണം കിട്ടുന്ന അവസരങ്ങൾ, കിട്ടുന്ന വേദികളെല്ലാം നമ്മുടെ തുറമുഖത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പോഴത്തെ ദൂരദർശൻ ന്യൂസ് എഡിറ്റർ, അദ്ദേഹത്തിന്റെ പെർമിഷൻ വാങ്ങിച്ചിരുന്നു, അതുകൊണ്ടാണ് പേര് പറയുന്നത്, ശ്രീ അജയ് ജോയ്, അദ്ദേഹം എന്നെ ഒരു ഇന്റർവ്യൂവിന് മറ്റോ വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സിവിൽ സർവീസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അഭിനന്ദന കത്ത് കിട്ടി. അതിൽ വിഴിഞ്ഞ തുറമുഖത്തെക്കുറിച്ച് ഒരു വരി എഴുതിയിരുന്നു. ഞാൻ പണ്ട് പോസ്റ്റ് കാർഡ്, ഇപ്പോഴത്തെ പോലെ തന്നെ നേരത്തെയും പോസ്റ്റ് കാർഡ് വളരെ സജീവമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ എഴുതുമ്പോഴൊക്കെ അതിന്റെ അടിയിൽ ഒരു വരി എഴുതും, വിഴിഞ്ഞത്തെക്കുറിച്ച് ഒരു വരി എഴുതും. അത് പൊട്ടൻ മാവിൽ കല്ലെറിയുന്ന പോലെയാണ്. ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഒരു കത്ത് പോവല്ലേ, എന്റെ കൂടെ വിഴിഞ്ഞമെന്ന് പറഞ്ഞൊരു വാക്കുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നിരവധി പേർക്ക് അങ്ങനെ കത്ത് അയച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കത്ത് എഴുതി, ഇന്നൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ആർക്കാണ് എഴുതിയത്? ടു ദി അഡ്മിനിസ്ട്രേറ്റർ നാസ USA. മെയിൽ അയച്ചു. എന്താണ് കാര്യം? ആദ്യമായിട്ടൊരു മലയാളി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്, ശ്രീ അനിൽ മേനോൻ. അനിൽ മേനോൻ ഒരു വർഷത്തോളമായി, കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ പേര് വളരെ സുപരിചിതമായത്. മലയാളിയാണ് അനിൽ മേനോൻ. ജൂലൈ 14 സോയൂസ് MS-29 എന്ന് പറയുന്ന വിക്ഷേപണത്തിലൂടെ അദ്ദേഹം സ്പേസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ആവശ്യമുണ്ട്, നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ച ഒരു ആവശ്യമുണ്ട്. ഞാൻ അയച്ച മെയിൽ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാം. ആസ് നേറ്റീവ്സ് ഓഫ് കേരള, ഇന്ത്യ, വി വിഷ് മിസ്റ്റർ അനിൽ മേനോൻ, ഹിസ് ടീം ആൻഡ് നാസ ഓൾ സക്സസ് ഇൻ സോയൂസ് MS-29 എക്സ്പെഡീഷൻ. ശ്രീ അനിൽ മേനോൻ ഒരു ആസ്ട്രോനോട്ട്, എക്സ്പെഡീഷൻ നടത്തുന്ന ആസ്ട്രോനോട്ട് ആണെന്ന് അറിയാം, അതിന്റെ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ അന്ന മേനോൻ. അങ്ങനെയാണ് അന്ന മേനോൻ എന്ന പേര് കേട്ടപ്പോഴാണ് ഇതെങ്ങനെയാണ് അന്ന എന്ന് പറയുന്ന ആൾക്ക് മേനോൻ വരുന്നത് എന്നുള്ള അന്വേഷണമാണ് അനിൽ മേനോനിലോട്ട് എത്തിയത്. എന്തായാലും ആദ്യമായിട്ട് ആ യാത്രയുടെ ഡേറ്റ് അനൗൺസ് ചെയ്തു, ജൂലൈ 14. ഡ്യൂറിംഗ് ദെയർ 8-month long stay, we have a special request to Anil Menon to capture a few pictures of TRV. ഞാൻ പിന്നെ അതിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് അയച്ചു. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണ്ടേ. ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഓഫ് ഇന്ത്യ വെൻ ISS passes over it. നമ്മുടെ മുകളിലൂടെ, തുറമുഖത്തിന്റെ മുകളിലൂടെ തീർച്ചയായിട്ടും പോകും. അങ്ങനെ പോകുമ്പോൾ അതിന്റെ കുറച്ച് ചിത്രങ്ങൾ എടുത്ത് അയച്ചു തരണം എന്നുള്ളതാണ് നമ്മുടെ റിക്വസ്റ്റ്. കാരണം എന്താണ്, മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ് പലതും ISS ഇരുന്നു കൊണ്ട് പകർത്താൻ പറ്റും. ലൈക്ക് പാംലാൻഡ്സ്, അമേരിക്കയിലെ പാം ഐലൻഡ്സ്, പിന്നെ മേജർ ഹൈവേസ്, ലാർജ് എയർപോർട്ട്സ്, ഡാംസ് ആൻഡ് ഹാർബേഴ്സ്. ഇതൊക്കെ ISS ഏകദേശം 400-420 കിലോമീറ്റർ ആണ് ഭൂമിയും ISSും തമ്മിലുള്ള അകലം. അവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിൽ ഈ ചിത്രം പകർത്താം. നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ വേറെ ആരാണ് ആവശ്യപ്പെടുന്നത്? അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ അതിന്റെ നീളവും വീതിയൊക്കെ കൂടുന്നുണ്ട്. ഓമനക്കുട്ടൻ എനിക്ക് ഇന്നത്തെ ഏറ്റവും ഒടുവിൽ ലാൻഡ് ഏരിയ, ബർത്തിനുള്ള സ്ഥലം കൂടിയ ചിത്രവും അയച്ചു തന്നു. അപ്പോ ISSലിരുന്ന് വേണമെങ്കിൽ പരിശോധിച്ചാൽ നമ്മുടെ തുറമുഖത്തിന്റെ ചിത്രം എടുക്കാൻ പറ്റും. ഇഫ് അനിൽ ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ഓഫ് TRV പോർട്ട് ഫ്രം സ്പേസ്, എന്താണ് നമ്മുടെ ആവശ്യം? അങ്ങനെ ഇഫ് അനിൽ ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ഓഫ് TRV പോർട്ട് ഫ്രം സ്പേസ്, that will be a wonderful gratitude to the people who dedicated their 3 decades of life and struggles for this project. ഇതിനു വേണ്ടി പരിശ്രമിച്ച നിരവധി ആളുകൾ, 85ഓളം വയസ്സായ നമ്മുടെ ജിജി മേനോൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രായം അടുത്തു വരുന്ന ശ്രീ ഹാജിയാർ, സലി ഹാജി എന്ന് പറയുന്ന ഹാജിയാർ, ഞങ്ങളുടെ സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹം എന്നെ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കഴിഞ്ഞ 30 വർഷത്തെ പോരാട്ടമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം. മരണപ്പെട്ടു പോയവരെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ദ പീപ്പിൾ ഹവ് പാസ്ഡ് അവേ ഡ്യൂറിംഗ് ദിസ് പ്രൊലോങ്ഡ് അജിറ്റേഷൻ ഫോർ ദ പോർട്ട്. Sometimes Anil may be aware of this project
ആൻഡ് ദ റോൾ പ്ലേഡ് ബൈ ഓർഡിനറി പീപ്പിൾ ഓഫ് കേരള. ഇത്തരം സാധാരണക്കാരുടെ കഴിഞ്ഞ 30 വർഷത്തെ പോരാട്ടത്തെക്കുറിച്ച് ഒരു പക്ഷേ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് അനിലിന് അറിയാമായിരിക്കും. അദ്ദേഹം മലയാളം പഠിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വന്ന് മലയാളം പഠിച്ചിട്ടുണ്ട്, MBBS മെഡിസിൻ പഠിച്ചിട്ടുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്. വളരെ വിചിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മകഥ ഞാനൊരു കുറച്ച് വരികളിൽ എഴുതിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം. ആദ്യമായിട്ടൊരു മലയാളി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ ഇന്ത്യക്കാർ പലരും പോയിട്ടുണ്ടല്ലോ. രാകേഷ് ശർമ്മ പോയിട്ടുണ്ട്, ശുഭാൻഷു ശുക്ല പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മലയാളി പോകുന്നത്. അന്ന മേനോനും നേരത്തെ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന മേനോൻ എന്ന് പറഞ്ഞാൽ അനിൽ മേനോന്റെ ഭാര്യ. അന്ന മേനോൻ മലയാളിയല്ല, അമേരിക്കക്കാരിയാണ്. ഇപ്പോൾ ഒരു പാതി മലയാളി ആയിട്ടുണ്ട്. അവർ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് എന്തായാലും നമുക്ക് ഈ യാത്രയ്ക്കുള്ള മംഗളങ്ങൾ നേരാം. എനിവേ, വി വിഷ് ഹിം ആൻഡ് ഹിസ് ടീം എ സേഫ് ജേർണി, സ്പേസ് റിസർച്ച് ആൻഡ് എ സക്സസ്ഫുൾ റിട്ടേൺ. എന്നിട്ട് ഞാൻ എഴുതി, I wrote an article in April 2025 about Anil space mission which can be shared to him if Anil wishes. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അദ്ദേഹത്തിന് കിട്ടിയോന്ന് അറിയില്ല. കാരണം അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾ ഇവിടെ എഴുതുന്ന, മലയാളത്തിൽ എഴുതുന്ന ഒരു ലേഖനം വായിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ മലയാളം വായിച്ച് ആരെങ്കിലും അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വായിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു മെയില് ഇന്നലെ അയച്ചു. മറുപടി വരുമോ ഇല്ലയോ എന്നറിയില്ല. മറുപടിയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം ഇതുപോലുള്ള നിരവധി ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം, ഇപ്പൊ തന്നെ സുദേവനും മക്കളും ബന്ധുക്കളും ദിവസേന പ്രധാനമന്ത്രിക്ക് ഒരു കാർഡ് എഴുതുകയാണ് ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി. നടക്കുമെന്നോ പ്രതീക്ഷിച്ചോണ്ടൊന്നുമല്ല, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കൊല്ലത്തെ പതിവ് പോലെ ശ്രീ മോഹൻകുമാർ നിത്യപ്രഭാ നഗറിലെ താമസക്കാർ, അവിടെയുള്ള അസോസിയേഷനിൽപ്പെട്ട ആളുകൾ കത്തുകൾ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല കത്തുകൾ എഴുതുന്നവർക്ക് അല്ലെങ്കിൽ കത്തയച്ചവര് നറുക്കെടുത്ത് ഒരു സമ്മാനം നൽകാൻ വരെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആളുകളുടെ പ്രയത്നം, 30 കൊല്ലത്തെ പരിശ്രമം അതിപ്പോഴും തുടരുകയാണ്. പലതരത്തിലാണ് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കത്തെഴുത്ത്, സംസാരം, പ്രസംഗം, നേരിലുള്ള റിക്വസ്റ്റ് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീ അനിൽ മേനോനോടുള്ള നമ്മുടെ അഭ്യർത്ഥന. നടക്കുമോ എന്നറിയില്ല. കല്ല് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, അമേരിക്കയും ജപ്പാനും കൊറിയയും, നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളും കണ്ടിട്ടില്ലാത്ത രാജ്യങ്ങളും, അവിടെ നിന്നൊക്കെ കല്ലുകൾ വന്നു. ഈ കല്ലുകളെല്ലാം കൂടി വെച്ചുകൊണ്ടൊരു കപ്പൽ പണിയണം. ആ കപ്പൽ നിർമ്മിക്കുമ്പോൾ അതിൽ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലിന്റെ അല്ലെങ്കിൽ അവിടുത്തെ വസ്തുവിന്റെ ഒരു അംശവും കൂടി വേണം എന്നുള്ളതാണ് ആഗ്രഹം. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും പാഴായി പോയിട്ടില്ല, നിരാശപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അതും സാധിക്കും എന്നുള്ളത് ഉറപ്പോടുകൂടിയാണ് ഇപ്പോഴും അനിൽ മേനോന് മേലയച്ചിരിക്കുന്നത്, നാസയ്ക്ക് മേലയച്ചിരിക്കുന്നത്. അതിനെന്തെങ്കിലും പ്രതികരണം ഉണ്ടായാൽ നല്ലത്, ഇല്ലെങ്കിലും നമ്മൾ നിരാശരല്ല. നിരാശ വരുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ തുറമുഖം. അതുകൊണ്ട് തന്നെ അതിന്റെ ഇനിയുള്ള വളർച്ച 2028 ലക്ഷ്യം. ഇപ്പോ ഔട്ടർ ഹാർബർ, തുറമുഖത്തിന്റെ തുടർച്ചയായിട്ട് ഔട്ടർ ഹാർബർ എന്ന വിഷയത്തിലോട്ട് സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. എന്തായാലും അനിൽ മേനോന് മെയിൽ അയച്ചതുപോലെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും മെയിൽ അയക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മെയിൽ ID നൽകാം. ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.